ആനയിറങ്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞു കാണാതായ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. NDRFിന്റെ തിരച്ചിലിലാണ് 5-ാം ദിവസം മൃതദേഹം കണ്ടെത്തിയത്. ശാന്തൻപാറ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ആനയിറങ്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞു കാണാതായ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം 5 ദിവസം നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് മധ്യപ്രദേശ് സ്വദേശി സന്ദീപ് സിംഗ് റാം വള്ളം മറിഞ്ഞ ജലാശയത്തിൽ വീണത്. ഇയാളോടൊപ്പം വള്ളത്തിലുണ്ടായിരുന്ന 4 അതിഥി തൊഴിലാളികളും തുഴച്ചിൽക്കാരനും നീന്തി രക്ഷപ്പെട്ടിരുന്നു. ജലാശയത്തിന്റെ മറുകരയിലുള്ള പച്ചമരത്തെ ഏലത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞ ശേഷം വള്ളത്തിൽ മടങ്ങി വരുമ്പോഴായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്ന വള്ളം ശക്തമായ കാറ്റിൽ മറിഞ്ഞത്. ഉടൻ തന്നെ നാട്ടുകാരും പിന്നീട് മൂന്നാറിൽ നിന്നുള്ള ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും സന്ദീപ് സിംഗ് റാമിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. തുടർന്ന് ചൊവ്വാഴ്ച തൊടുപുഴയിൽ നിന്ന് ഫയർഫോഴ്സ് സ്ക്യൂബ ടീം സ്ഥലത്തെത്തി വള്ളം മറിഞ്ഞ ഭാഗത്ത് മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ അന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. തുടർന്ന് 20-ാം തീയതി രാവിലെ മുതൽ ദുരന്ത നിവാരണ സേനയുടെയും റവന്യൂ വകുപ്പിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചു. ഒടുവിൽ 5-ാം ദിവസം ഉച്ചയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സിറ്റി വിഷൻ, പൂപ്പാറ.